LK അദ്വാനിയുടെ വിഷയം ആർക്കാണ് പരാമർശം ചെയ്തിരിക്കണമെന്ന ചോദ്യം. കാരണം ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു 98 വയസ്സായ മനുഷ്യൻ്റെ പിറന്നാളും ഞാൻ മര്യാദ കാണിച്ചത് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിജി എന്നെ നിങ്ങൾ സ്വാമിഹം ആദ്യം നോക്കിക്കോളൂ. എല്ലാ വർഷവും അദ്ദേഹത്തെ പിറന്നാൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തതിൽ വലിയൊരു അത്ഭുതമൊന്നും കാണാൻ ആവശ്യമില്ല. നമ്മളുടെ സാംസ്കാരിക രീതി അങ്ങനെയാണ്, നമ്മളുടെ കൾച്ചർ അങ്ങനെയാണ്. ഒരു പ്രായമുള്ളൊരു വ്യക്തിയെ നമ്മൾ മര്യാദ പറയണം, ആ സ്നേഹം കാണിക്കണം, ആ ബഹുമാനം കാണിക്കണം. ആ സ്പിരിറ്റിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ ഒരേ ആഴ്ച എനിക്കറിയാം വേറെ വിവാദം ജനങ്ങൾ ഉണ്ടാക്കിയത്, ഞാൻ മോദിയെ പ്രേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിഞ്ഞു ഞാൻ ആ വേദി ഇരിക്കണ്ടായിരുന്നു, ആ സദസ്സിൽ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രസംഗത്തെ കണ്ടു, അതിനെക്കുറിച്ച് 2 വാചകം എഴുതി എന്താ അദ്ദേഹം പറഞ്ഞതെന്നാണ്. ഞാൻ എവിടെയാണ് അദ്ദേഹത്തിനെ പോർത്തിയത്, എവിടെയാണ് അതിലൊരു പ്രൈസ് കൊടുത്തത്, ഞാൻ തന്നെ ആൾക്കാരോട് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ. മാധ്യമക്കാരെ എൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒന്നുമില്ലയെന്ന്. പക്ഷേ എല്ലാവരും ഒരു ഹെഡ്ലൈൻ മാത്രം കണ്ടിട്ടാണ് നിങ്ങളുടെ കോമൻറ്റ് അടിക്കുന്നത്. അതോടെ വലിയ വിവാദമായ ആൾക്കാർ മനസ്സ് മാറും. ഞാൻ എഴുതിയ കാര്യങ്ങളോ ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ശ്രദ്ധ വെച്ച് കേട്ട് അതിൻ്റെ ഒറിജിനൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഈ വിവാദങ്ങളുടെ ആവശ്യമുണ്ടാകും.